മുറച്ചെറുക്കൻ എന്തിനാ വിളിക്കുന്നേ? ആ മേഘേട്ടാ, എന്തെടുക്ക പെണ്ണേ? ഓ, ഞാൻ എന്റെ മുറച്ചെറുക്കനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ അങ്ങോട്ട് വരാനുള്ള അവസരം മുറച്ചെറുക്കനായിട്ട് ഉണ്ടാക്കുന്നില്ലല്ലോ. അതൊക്കെ അവിടെ നിക്കട്ടെ മോളെ. ഇന്ന് കണ്ണൻ ഒഴിവാക്കിയിട്ട് മഹാലക്ഷ്മി മാത്രമല്ലയോ ഫൈനാൻസേഴ്സിലേക്ക് പോയിരിക്കുന്നത്? അതെ. നീ നോക്കിയോ, ഇന്ന് മടങ്ങി വരുന്ന അവൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. എന്ത് മാറ്റങ്ങള്? എടി, അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അവള് വരുമ്പോ നീ അവളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എടി, അപ്പ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇന്നവള് മടങ്ങി വന്നില്ലെങ്കിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇങ്ങനെ മേഘേട്ടൻ തറപ്പിച്ചു പറയാൻ കാരണം എന്താ? എടി, എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ അങ്ങനെ പറയില്ലല്ലോ. മിക്കവാറും നമുക്കൊക്കെ അവളെ കൊണ്ടുള്ള ശല്യം അവസാനിക്കാൻ പോവാ. ഒരുത്തനുണ്ടല്ലോ, അവളെ തലയിലെടുത്തു വെച്ച് നമ്മളെയൊക്കെ വിഡ്ഢികളാക്കുന്ന ഒരുത്തൻ. അവന്റെ വീൽ ചെയർ തള്ളാൻ മിക്കവാറും ഇനി അവൾ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒഴിവ് വന്ന സീറ്റിലേക്ക് സ്വാതിയെ ഞാനും പറഞ്ഞു വിടും. അതിനവള് സമ്മതിക്കൂ? നേരത്തെ അതിനെപ്പറ്റി പറഞ്ഞപ്പോ അവൾ എല്ലാരും കൂടെ തല്ലിയിലെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അബദ്ധം പറ്റാൻ പാടില്ല മോളെ. എങ്ങനെയും കണ്ണനെ അവളെ തമ്മിൽ ഒന്നിപ്പിക്കണം. ഇടി, എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കൂ. ഇടി, സ്വത്തെല്ലാം സ്വന്തമാക്കിയിട്ട് സ്വാതി കൊണ്ട് വേറെ കെട്ടിച്ച പോരെ? അത് നല്ല കാര്യമാ. അതേപ്പറ്റി ഞാൻ അവളോട് പറഞ്ഞതാ, എന്നിട്ട് അവള് കേൾക്കുന്നില്ല. ഇനിയും പറയണം. അവളുടെ മനസ്സ് നീ മാറ്റിയെടുക്കാൻ നോക്കണം. എന്റെ ഒരു പെങ്ങള അവളുടെ ജീവിതം ഇല്ലാതായി പോരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ കണ്ണൻ അവളെ കെട്ടണമെന്ന് ഞാൻ പറയുന്നത്. ആ ബന്ധത്തിന് അധിക ആയുസൊന്നും കാണില്ല. അതിനിടയിൽ കണ്ണനെ നമുക്ക് എങ്ങനെയെങ്കിലും അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷേ അതൊക്കെ സ്വത്തെല്ലാം തട്ടിയെടുത്തിട്ട് വേണമെന്ന് മാത്രം. എന്ത് വേണമെങ്കിലും ചെയ്തോ, അതിനൊക്കെ ഞാനും അമ്മയും കൂട്ടി നിൽക്കാം. എങ്ങനെയെങ്കിലും ആ മഹാലക്ഷ്മി ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതി. കണ്ണേട്ടന്റെ ജീവിതത്തിൽ നിന്ന് അവള് കെട്ടുകെട്ടിയാ മതി. അപ്പോഴേ ഞാൻ പറഞ്ഞൊക്കെ നീ കേട്ടല്ലോ. അവള് വരുവാണെങ്കിൽ അവളുടെ മാറ്റങ്ങൾ നീ ശ്രദ്ധിച്ചു നോക്കണം. ആ മാറ്റങ്ങൾ ഒരു തുടക്കമാ. കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോകാനുള്ള തുടക്കം. ശരി ശരി.